അധ്യക്ഷൻ കെ സുധാകരനെതിരെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ CPM വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കണ്ണൂരിൽ CPM കോൺഗ്രസ് പോരാട്ടം വ്യക്തിപരമായ വിഷയങ്ങളിലേക്കും ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. KPCC പ്രസിഡന്റ് സുധാകരന്റെ ഗൃഹപ്രവേശന വീഡിയോകളും വീടിനകത്തെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ആയുധമാക്കിയിരിക്കുകയാണ് CPM. ഒരു സാധാരണക്കാരനായ നെയ്ത്തുകാരന്റെ മകനും ഒരു സ്കൂൾ അധ്യാപികയുടെ ഭർത്താവുമായ സുധാകരന് ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള ഇത്ര വലിയ വീട് വെക്കുവാൻ എങ്ങനെ, എവിടെ നിന്ന് ഇത്ര പണം കിട്ടിയെന്ന ചോദ്യം സൈബർ ഇടങ്ങളിൽ ഉന്നയിച്ചുകൊണ്ടാണ് CPM സുധാകരനെതിരെ ഒളിയമ്പുകൾ എയ്യുന്നത്. കെ സുധാകരന്റെ വീട് 12,000 ചതുരശ്ര അടിയിലേറെ വലുപ്പമുള്ള മഹാസൗധമാണെന്നാണ് ഇവരുടെ വാദം. കൂടാതെ പാർട്ടി പത്രവും സുധാകരന്റെ ആഡംബര വീടിനെ കുറിച്ചുള്ള ചിത്രവും വിശദമായ വാർത്തയും പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ എടക്കാട് സോണലിൽ നടാൽ ആലിങ്കീഴിലാണ് 12,247 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് സ്ഥിതി ചെയ്യുന്നത്. ഔട്ട് ഹൗസുകൾ ഉൾപ്പെടെ 12,647 ചതുരശ്ര അടി. നിർമ്മാണ ചെലവ് ചതുരശ്ര അടിക്ക് 2,000 രൂപ വീതം കണക്കാക്കിയാൽ പോലും 2.5 കോടിയിലേറെ വരും. ഈ സൗധത്തിന് ഉപയോഗിച്ചതാകട്ടെ വില കൂടിയ മാർബിളും തേക്ക് ഉൾപ്പെടെയുള്ള തടികളും. ഇത്തരത്തിലൊരു ആഡംബര വീട് നിർമ്മിക്കുവാൻ ചതുരശ്ര അടിക്ക് 3,000 രൂപയെങ്കിലും വേണ്ടിവരുമെന്നാണ് നിർമ്മാണ മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വീടിന് മാത്രം 3.5 കോടിയിലേറെ ചിലവ് വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. വീടിന്റെ നിർമ്മാണ ചെലവ് കൂടാതെ വീടിനകത്തെ അലങ്കാരങ്ങളും ഫർണിച്ചറുകളും ഇതിനു പുറമെ ഇതിന്റെയും ഔട്ട് ഹൗസുകളുടെയും ചിലവും കൂടി കണക്കാക്കിയാൽ ഏകദേശം 4 കോടി രൂപ കടക്കും. ഇതും പോരാഞ്ഞ വീട് വെക്കാൻ സ്ഥലം വാങ്ങിയ വകയിലും ചിലവ് കൂടും. എന്തായാലും ആഡംബര നികുതി ഉൾപ്പെടെ വീടിന് പ്രതിവർഷം 20,000-ലേറെ രൂപ അടയ്ക്കുന്നുമുണ്ട്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു എയ്ഡഡ് സ്കൂൾ അധ്യാപികയായിരുന്ന ഭാര്യയുടെ വരുമാനം കൂടി കണക്കാക്കിയാലും ഇത്തരത്തിലൊരു ആഡംബര വീട് നിർമ്മിക്കാൻ സാധിക്കില്ല എന്ന ആരോപണവും ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറമെ നമുക്കറിയാം 2010 ചിറക്കൽ രാജ സ്കൂൾ ഏറ്റെടുക്കുവാൻ ട്രസ്റ്റ് രൂപീകരിച്ച് ഗൾഫിൽ നിന്നുൾപ്പെടെ സുധാകരൻ 16 കോടി രൂപ പിരിച്ചെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. 2012 വീട് നിർമ്മാണം തുടങ്ങിയതെന്നും രേഖകൾ വ്യക്തമാക്കുന്നുണ്ടെന്ന ആരോപണവും ഈ ഒരു പശ്ചാത്തലത്തിൽ ഉയർന്നു വരികയാണ്. എന്നാൽ സുധാകരന്റെ ഭാര്യയുടെ പേരിലുള്ള സ്വത്ത് വിറ്റ് കിട്ടിയ പണവും മറ്റ് വായ്പകളും ഉപയോഗിച്ചാണ് വീട് നിർമ്മിച്ചതെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം. വീട് നിർമ്മാണത്തിന്റെ പേരിൽ CPM പ്രവർത്തകർ ഉയർത്തുന്ന വിവാദങ്ങൾ കൈതോലപ്പായയിൽ കോടികൾ പൊതിഞ്ഞുകൊണ്ടുപോയെന്ന ആരോപണ വിധേയനായ മുഖ്യമന്ത്രിയെയും സംഘത്തെയും രക്ഷപ്പെടുത്താനാണെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും വാദങ്ങളും പ്രതിവാദങ്ങളും ഉയരുമ്പോൾ ഇരു പാർട്ടികൾ തമ്മിലുള്ള ഈ വാക്പോര് എവിടെ എത്തുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അതേസമയം CPM മുഖപത്രമായ ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്റർ G ശക്തിധരന്റെ ഗുരുതര വെളിപ്പെടുത്തലിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹനാൻ MP നൽകിയ പരാതിയിൽ അന്വേഷണത്തിനായി ADGPക്ക് കൈമാറിയിട്ടുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയാണ് ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് കൈമാറിയിരിക്കുന്നത്. CPM ഉന്നത നേതാവ് 2 കോടിയിലേറെ രൂപ കൈതോലപ്പായയിൽ കെട്ടി കാറിൽ കടത്തിയെന്നും മറ്റൊരു വ്യവസ്ഥയിൽ നിന്ന് 10 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്നുമുള്ള G ശക്തിധരന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ബെന്നി ബെഹനാൻ പരാതി നൽകിയിരിക്കുന്നത്. ആരോപണം അതീവ ഗൗരവമുള്ളതാണെന്നും ശക്തിധരനിൽ നിന്ന് ഉടൻ മൊഴിയെടുക്കണമെന്നും അദ്ദേഹത്തിന് പോലീസ് സംരക്ഷണം നൽകണമെന്നും ബെന്നി ബെഹനാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഈ വെളിപ്പെടുത്തലിൽ ഇനി വിശദമായ അന്വേഷണം വരുമോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും കേസ് ADGPക്ക് കൈമാറിയത് കേസ് തേച്ചു മായ്ച്ചു കളയുവാനാണെന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരായ ഒരു ആരോപണമായതിനാലാണ് ഈ സമീപനമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുകയാണ്.